ഫോട്ടോഷൂട്ടാണ്. ഇതാണ് എന്റെ അച്ഛൻ. ഇന്നലെ കൊളിച്ചിരിക്കുവായിരുന്നു. ഹായ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ രാവിലെ എല്ലാരും കൂടെ പാർലറിൽ പോകാൻ ഇറങ്ങിയതാണ്. ഇതാണ് എന്റെ അച്ഛൻ. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ പാർലറിൽ പോയി നേരത്തെ തന്നെ റെഡി ആയിട്ട് വീട്ടിൽ ചെന്ന് കേട്ടോ. നന്നായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ പറയണേ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, കൊള്ളാമില്ലോ എന്ന് കമന്റ് ചെയ്യണേ. ഇങ്ങനെയാ വെച്ചേ. ഇന്നലെ കൊളിച്ചിരിക്കുവായിരുന്നു. ഞങ്ങളെല്ലാം റെഡിയായി കല്യാണത്തിന് പോവാൻ. അങ്ങനെ രാവിലത്തെ ഫുഡ് അടിയും പിന്നെ ദക്ഷിണ കൊടുപ്പും ഫോട്ടോ സെക്ഷനും എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി സെറ്റായി ഇറങ്ങി നിൽക്കുവാണേ. പെണ്ണിറങ്ങുന്ന വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതൊന്നും എനിക്ക് ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ സമയം ഉണ്ടായിരുന്നില്ലേ. ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ പിള്ളേരുടെ കാര്യമൊക്കെ നോക്കണമല്ലോ. അങ്ങനെ ഹലോ, ഞങ്ങളെല്ലാവരും വേണ്ട ഇറങ്ങിയിട്ടുണ്ട്. വണ്ടിയെ കയറി. ഇപ്പോൾ ഓഡിറ്റോറിയം ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള അടുത്താണ്. ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും പല വണ്ടിക്കായിട്ട് പോയി. ആദ്യക്കുട്ടനൊക്കെ വേറെ കയറി പോയി. ഞങ്ങളുടെ ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങിയേ. ഞങ്ങൾ പോയി. ഇനി അവിടെ ചെന്നിട്ട് കാണാമേ. അങ്ങനെ ഞങ്ങളും അതേ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ നേരത്തെ വന്നിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു അവിടെ. അയ്യോ, ഭയങ്കര ചൂടാണ് കേട്ടോ. എനിക്ക് ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ഇവിടെ ചൂട് കൂടുതലും തോന്നും. ഇവിടെ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക്സ്, കുറേ ഐറ്റംസ്, സ്നാക്സും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാട്ടോ നമ്മുടെ പെണ്ണിൻ്റെ ചെറുക്കൻ്റെ പേര്. പെണ്ണ് കൃഷ്ണപ്രിയ, ചെറുക്കൻ്റെ പേര് വൈശാഖ്. അങ്ങനെ കേട്ടോ. അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലോട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും താലം എടുക്കണ്ടായിരുന്നു കേട്ടോ. ഞാനും അനിയത്തിമാരും ഒക്കെ. അപ്പോൾ താലമൊക്കെ എടുക്കാൻ കയറുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ കേട്ടോ. കൊച്ചിലെ ഒത്തിരി നാൾ കൂടി ഇങ്ങനെ നമ്മൾ കയറിയതാണ്. കൊച്ചിലെയൊക്കെ ആയിരുന്നല്ലോ ഇങ്ങനെ താലമെടുപ്പും. അപ്പോൾ നമ്മുടെ വിചാരം എല്ലാവരും നമ്മളെ നോക്കും, അങ്ങനെ ഒരു ഫീലൊക്കെ അല്ലേ. പക്ഷെ നമുക്കിപ്പോൾ വലുതായപ്പോഴല്ലേ മനസ്സിലായേ കല്യാണ പെണ്ണും ചെറുക്കനും അന്നത്തെ സ്റ്റാർന്ന്. അങ്ങനെ ഞങ്ങൾ താലമൊക്കെ എടുത്ത് ചെക്കനെ സ്വീകരിച്ച് ആദ്യമേ മണ്ഡപത്തിൽ കൊണ്ടുവന്നിരുത്തിയേ. പിന്നെ അതേ നമ്മുടെ പെണ്ണിനെയും കൊണ്ടുവന്ന് നമ്മൾ താലമൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് ദേണ്ട സ്റ്റേജൊക്കെ എത്തിയിട്ടുണ്ട്. അയ്യോ, താലമെടുക്കാൻ പോയതിൻ്റെ കാര്യമൊന്നും പറയണ്ട കേട്ടോ. അവിടെ എല്ലാം ഇന്റർലോക്ക് ഇട്ടേക്കുമായിരുന്നു. അത് നല്ല ചുട്ട് പഴുത്ത് കിടക്കുമായിരുന്നു. അപ്പം താലം എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ചെരുപ്പിടുമല്ലോ. കാലെല്ലാവരുടെയും നല്ല മറ്റേ ആ സിനിമ പാണ്ടിപ്പടയിലെ പോലത്തെ അവസ്ഥയായിപ്പോയി കേട്ടോ. തീക്കുണ്ടത്തിൽ കൂടെ നടക്കുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളിതേ നേരെ സദ്യ കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. സദ്യ കഴിക്കാനായിട്ട് ഇരുന്ന് പപ്പടമൊക്കെ പൊടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വീഡിയോ എടുത്തില്ലെന്നുള്ള കാര്യം ഓർത്ത് പിന്നെ ഓർത്ത് ബാക്കിയുള്ളത് വെച്ച് ഒരു കുഞ്ഞു വീഡിയോ അവിടുത്തേയും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ഒരു അടിപൊളി സദ്യയൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അവൾ ദേ മന്ത്രകോടിയൊക്കെ കൊടുത്ത് ഇനിയിപ്പോൾ ഉള്ള ഈ ഒരു പരിപാടി കേട്ടോ. നമുക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത പരിപാടി കല്യാണം വരെ ഓക്കെ. ഇനി വീട്ടിലോട്ട് പോകുന്ന ഒരു യാത്ര പോകുന്ന ഒരു ടൈമായി. അത് ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കുമല്ലോ അല്ലേ. അപ്പം അവൾ കരഞ്ഞൊന്നുമില്ല, നല്ല സങ്കടപ്പെട്ട് കരയാതെ പിടിച്ചിരിക്കുമായിരുന്നു. പക്ഷെ കണ്ടു നിന്ന് ഞാൻ ചെറുതായിട്ട് കരഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറച്ച് നാളായിട്ട് കാത്തിരുന്ന കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ അവൾ തിരിച്ച് യാത്രയൊക്കെ പറഞ്ഞ് ചെക്കൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ഇനി ഞങ്ങളും തിരിച്ച് എല്ലാവരും വീട്ടിലേക്ക് പോവാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് അവരുടെ റിസപ്ഷൻ ഞങ്ങൾ പോകുന്നതാണ്. അപ്പം അത് കാണാം നെക്സ്റ്റ് വീഡിയോയിൽ. ഇത്രേ ഉള്ളൂ. ബൈ.